സർവകലാശാലകളെ RSS വൽക്കരിക്കുന്ന ഗവർണറുടെയും വൈസ് ചാൻസലറുടെയും നടപടിയിൽ പ്രതിഷേധം കടുപ്പിച്ച് SFI. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. VC-യുടെ ചേംബറിലേക്കും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ശക്തമായ പ്രതിഷേധത്തിൽ നിന്ന് ഒരിഞ്ചും പിന്നോട്ടില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. സമരത്തിന് CPIM-ന്റെ പൂർണ്ണ പിന്തുണയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഗവർണർക്കെതിരെ DYFI-യും സമരത്തിനിറങ്ങുമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജും പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും സർവകലാശാലയെയും RSS കാവ്യവൽക്കരിക്കുന്ന ഗവർണറുടെയും വൈസ് ചാൻസലർമാരുടെയും നീക്കത്തിനെതിരെയായിരുന്നു SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ചുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡും മറികടന്ന് സർവകലാശാലയിലേക്ക് പ്രവേശിച്ചു. ശേഷം VC-യുടെ ചേംബറിന്റെ മുന്നിലെത്തി 1 മണിക്കൂർ നീണ്ട ശക്തമായ പ്രതിഷേധം. പ്രതിഷേധ മാർച്ച് സംഘർഷമായതോടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നിലവിൽ സൂചന പ്രതിഷേധമാണെന്നും വരും ദിവസങ്ങളിൽ പോരാട്ടം ഇതിലും ശക്തമാക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള സമരക്കരുത്തല്ല ഈ കേരളത്തിൻ്റെ സമരക്കരുത്ത് നാടുകളും. ഇന്ന് അവരതറിയുകയാണ്. അതിശക്തമായ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ RSSനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും. ഇത് SFI വേഴ്സസ് ഗവർണർ സമരം ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയുന്നു. RSS തിട്ടൂരമനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും സമരത്തിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും സർവകലാശാല ആസ്ഥാനത്തെത്തി. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ RSSൻ്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. SFIക്ക് പുറമെ DYFI-യും ഗവർണർക്കെതിരെ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ്. മോഹനൻ കുന്നുമ്മൽ ഇനിയും തെറ്റായ ഉത്തരവുകളുമായിട്ടാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിക്കണോ വേണ്ടയോ എന്ന് DYFI-യും SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ തീരുമാനിക്കും. ആ തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഭരണഘടനാ വിരുദ്ധ നിലപാടിൽ നിന്നും ഗവർണർ പിന്നോട്ടു പോകും വരെ സമരം ശക്തമാക്കും. മറ്റന്നാൾ രാജ്ഭവനിലേക്കും സർവകലാശാല ആസ്ഥാനത്തേക്കും വീണ്ടും പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് SFI അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.